ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്ന ഞങ്ങളുടെ വിജിലൻസ് എന്നുള്ളത് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയോ? അങ്ങനെ മുരാരി ബാബു എന്ന് പറയുന്ന അവതാരവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അവസാനം തന്ത്രി തന്നെ പ്രതിയാവുകയും ചെയ്തു. ഇന്നാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ഏജന്റ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ സ്ഥിരം പിരിവ് നടത്തുന്ന ഏജന്റാണ് എന്നുള്ളതിനുള്ള നിരവധി തെളിവുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. അപ്പോ ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ ഉണ്ടായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രശാന്ത്, അദ്ദേഹം നാഴേക്ക് 40 വട്ടം പറയുന്നുണ്ട് ഞങ്ങളുടെ ദേവസ്വം വിജിലൻസ് അത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു, ഈ നടപടിയെടുത്തു, ആ നടപടിയെടുത്തു എന്നൊക്കെ. സത്യത്തില് ഈ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് ഈ പ്രേക്ഷകരെല്ലാവരും അറിയണം എന്നുള്ളതാണ്. അതായത് സത്യത്തില് അവർക്ക് ഒരു കേസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു FIR ഇടാനോ പോലുമുള്ള ഒരു അവകാശമില്ല അല്ലെങ്കിൽ അധികാരമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കൂടി വന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് അത് കോടതിയിൽ സമർപ്പിക്കാം. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നിട്ട് ഈ ദേവസ്വം ബോർഡ് എന്തിന് വിജിലൻസിനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു എന്നുള്ളത് അവിടെ ദുരൂഹമാണ്. അതായത് ഈ കേസിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനു മുകളിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർ, അതിനു മുകളിലുള്ള രാഷ്ട്രീയക്കാർ, ആ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം നശിപ്പിക്കാനുള്ള ശ്രമം, അതായത് തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്തിന്റെ ഉദ്ദേശം എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, സ്വർണമാണ് വിഷയം, കോടികളുടെ സ്വത്താണ് എന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ക്രൈം ബ്രാഞ്ചിനെയോ സ്റ്റേറ്റ് വിജിലൻസിനെയോ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. ഇപ്പോഴും ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് ദുരൂഹത എന്ന് പറയുന്നത്. അപ്പോൾ അധികാരമില്ലാത്ത ഒരു അന്വേഷണ ഏജൻസി ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു വ്യക്തി, അതായത് അന്ന് 2018 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന ഒരു വ്യക്തി, പിന്നെ തിരുവാഭരണം കമ്മീഷണർ, ഇവരൊക്കെയാണല്ലോ ഇതില് ദുരൂഹമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതില് മുരാരി ബാബു എന്ന് പറയുന്ന 2018 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന ആ ഒരു വ്യക്തി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. അതായത് അദ്ദേഹം ആദ്യം വെളിപ്പെടുത്തിയത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിടുന്നതിന് മുൻപ് ശ്രീകോവിലിന്റെ കട്ട്ളയുടെ പാളികൾ കൊടുത്തു വിട്ടിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എന്നാണ്. അവിടെയും ചെമ്പെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ചെമ്പ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന ആരാണ് എന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടുന്നത്. അതായത് ശബരിമല തന്ത്രി സ്വർണം പൂശിയത് മാഞ്ഞു പോയ ചെമ്പ് പാളികൾ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ തന്ത്രിയെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്താൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നു. അതിന്റെ തെളിവാണ് ഇന്നത്തെ മുരാരി ബാബുവിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇനി അത് മാതൃഭൂമി നല്ല രീതിയിൽ തന്നെ പൊളിച്ചു വിട്ടിട്ടുണ്ട്. അതായത് 2018 ജൂണിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മുരാരി ബാബു. 2018 മാർച്ചോ ഏപ്രിലോ മാസത്തിലത്തെ ഫോട്ടോ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന രീതിയിൽ സ്വർണം പൂശിയിരിക്കുന്നത് മാഞ്ഞു പോയിട്ടില്ല, നല്ല തിളക്കത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആകെ ആ ദ്വാരപാലക വിഗ്രഹത്തിന്റെ താഴെയുള്ള പീഠങ്ങളുടെ 2 മൂലകള് ചെമ്പായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർണം മങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ചിത്രത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോ എന്തുകൊണ്ട് ഈ സ്വർണം ഇങ്ങനെ ഇരുന്നിട്ടും, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്ന അദ്ദേഹം വെളിപ്പെടുത്തുന്നത്, ഞാൻ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും താഴെക്കിടയിലുള്ള ഓഫീസർ ആയിരുന്നു അന്ന്, അതിന് മുകളിൽ വേറെ ധാരാളം പേരുണ്ട്, ദേവസ്വം സ്മിത്ത് ഇത് വെരിഫൈ ചെയ്യണം, തിരുവാഭരണം കമ്മീഷണർ ഇത് അംഗീകരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, ദേവസ്വത്തിന്റെ ഉന്നതങ്ങളിലുള്ള വ്യക്തികള് ഇത് അപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഫയൽ ഓപ്പൺ ചെയ്തത് ഇദ്ദേഹം തന്നെയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം മുതൽ അതിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ വരെ പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് തന്നെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്.
ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് കുറ്റക്കാരനാണോ, അദ്ദേഹം ബാക്കിയുള്ള സ്വർണം വിവാഹാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് ഇമെയിൽ അയച്ച ഒരു നന്മ മരമല്ലേ എന്നൊക്കെ ചോദിച്ച് എനിക്ക് കമന്റ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം കൂടി ഞാൻ പറയാം. അതായത് ഇമെയിൽ എന്ന് പറയുന്നത്, അതായത് ഈ സ്വർണം പൂശിയതിനു ശേഷം സ്വർണം ബാക്കി വന്നു, അത് വിവാഹാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ ഏതോ ഒരു കുട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ അയച്ചു എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് സ്വർണം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറാണ്. ആ സ്പോൺസർ എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ നിന്ന് സ്വർണം ചിലവാക്കുന്നു. ആ സ്വർണം ചിലവാക്കാൻ തീരുമാനിച്ചപ്പോ ഈ പറയപ്പെടുന്ന ചെമ്പുപാളികൾ എന്ന് പറയുന്നത് സ്വർണം പൂശിക്കഴിഞ്ഞിട്ട് ബാക്കി വന്നാൽ അതെന്ത് ചെയ്യണം എന്ന് ദേവസ്വം ബോർഡിനോട് ചോദിക്കേണ്ട ആവശ്യം എന്താ? അയാളുടെ ഉത്തരവാദിത്വം എന്താ? ഈ സ്വർണം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുക, ആ സ്വർണം പൂശിയ പാളികൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ദേവസ്വത്തിന്റെ സ്വർണമല്ല ഇയാൾ ഉപയോഗിക്കുന്നത്, ഇയാൾ സ്പോൺസറാണ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി വരുന്ന സ്വർണം അത് എന്ത് ചെയ്യണം എന്നുള്ളത് അയാളുടെ തീരുമാനമല്ലേ? അപ്പൊ എന്തുകൊണ്ട് മെയിൽ അയച്ചു എന്നുള്ളത് അവിടെ വ്യക്തമാണ്. അതായത് സ്വർണം ദേവസ്വം കൂടി ഉൾപ്പെടുന്ന ആ ഒരു കോക്കസിന്റെ ലക്ഷ്യമായിരുന്നു. ആ സ്വർണം ബാക്കി വന്നത് എന്ത് ചെയ്യണം എന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് ഈ നിരനിരയായിട്ടുള്ള പഴയകാല ദേവസ്വം പ്രസിഡന്റുമാര് പറയുന്നുണ്ട്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അദ്ദേഹം 2 വീടുകൾ കായംകുളം ഭാഗത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതിന്റെ താക്കോൽ ദാനം നടത്തിയത് ഈ അജികുമാർ എന്ന് പറയുന്ന ദേവസ്വം മെമ്പറാണ്. ഈ ദേവസ്വം മെമ്പർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ആ പരിസരത്തെ ഒരു ക്ഷേത്രത്തില് പ്രസിഡന്റ് 2 വ്യക്തികൾ, വീട് നൽകാൻ പറ്റുന്ന 2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ ഈ അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? അതുപോലെ തന്നെ ഏറ്റുമാനൂര് വിഗ്രഹമോഷണ കേസിൽ വഴിത്തിരിവായ മാറിയ അല്ലെങ്കിൽ വഴികാട്ടിയായി മാറിയ രമണി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. അവർക്ക് വീട് വെച്ചു കൊടുത്തു. അന്ന് ഈ താക്കോൽ ദാനം നടത്തിയത് നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രനാണ്, അന്നത്തെ ദേവസ്വം മന്ത്രി. അന്നത്തെ ആ ഒരു ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അവരുടെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ വീടിന് വേണ്ടിയും പിരിവ് നടത്തിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ചടങ്ങില് മൊത്തം സജീവ സാന്നിധ്യമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഈ മേൽനോട്ടം വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പൊ ഇവിടെയെല്ലാം പിരിവുകൾ നടത്തുന്നുണ്ട്. ആ പിരിവ് എന്ന് പറയുന്നത് അക്കൗണ്ടിൽ പെടുന്നുണ്ടോ? ഏത് അക്കൗണ്ടിലോട്ടാണ് ഈ പിരിവുകളെല്ലാം വരുന്നത്? അത് എക്സസ് ഉള്ള ഫണ്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, ഇതെല്ലാം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ വിഹിതം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. മാത്രമല്ല പുറത്തു നിന്നുള്ള ഒരാളെ പിരിവ് നടത്താനുള്ള ഏജന്റായി പ്രഖ്യാപിക്കാൻ പാടുണ്ടോ? ഇതുപോലെ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈറോഡ് ഏതോ ഭാഗത്തുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഓണർ ഒരു പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പിരിവ് നടത്താനുള്ള അധികാരം ദേവസ്വം ബോർഡ് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അവസാനം അത് ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോ ദേവസ്വം ബോർഡ് ഉടനടി ഹൈക്കോടതിയിൽ പോയി സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങൾ ആ കൊടുത്ത അനുമതി എന്ന് പറയുന്നത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പൊ അനുമതി കൊടുത്തല്ലോ, ഇതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അനുമതി ഇവർ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇവിടെ ഈ താഴെക്കിടയിലുള്ള ഓഫീസർമാരോ ഉദ്യോഗസ്ഥരോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ല പ്രതിസ്ഥാനത്ത് വരേണ്ടത്. അതിനേക്കാൾ മുകളിൽ രാഷ്ട്രീയ പിൻബലമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ നോമിനികളായിട്ടുള്ള ആളുകളും ഇതിൽ പ്രതികളാണ് എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന കാര്യമാണ്.